കഴിഞ്ഞ 10 വർഷമായി പവർ കട്ടില്ല എന്നതാണല്ലോ LDF ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശവാദം. അവരുടെ പല അവകാശവാദങ്ങളും തെരഞ്ഞെടുപ്പിന് ശേഷം പൊളിഞ്ഞു പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോ വയനാട്ടിൽ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ മഴ പെയ്യുമ്പോൾ മാത്രമേ വെള്ളം ചോരുകയുള്ളൂ എന്നാണ് ഇപ്പൊ മന്ത്രി രാജൻ എന്ന എക്സ്പെർട്ട് പറയുന്നത്. ആയിരിക്കും, മഴ പെയ്യാത്തപ്പോൾ ചോരാൻ സാധ്യത വളരെ കുറവാണ്. അവിടെ ക്രാക്ക് ഉണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്നൊക്കെ വീട് തീരും എന്ന ചോദ്യത്തിന് എപ്പോഴെങ്കിലും തീരും എന്നൊക്കെയാണ് ഇപ്പോഴും പറയുന്ന ഒരു മറുപടി. മറിച്ച് അപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ വീട്ടുകാരൊക്കെ കയറി താമസം തുടങ്ങിയെന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർക്കാരിന്റെ വീട്ടിൽ ഒരാൾ പോലും ഇതുവരെ കയറി താമസിച്ചിട്ടില്ല. അതൊരു അവകാശവാദം. മറ്റൊന്ന്, വീണ ജോർജിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് അതുപോലെ നിരവധി അവകാശവാദങ്ങൾ ഇപ്പൊ ഒന്നൊന്നായി പൊളിയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷമായതുകൊണ്ട് ഭാഗ്യം LDFനെ അത് ബാധിക്കില്ല. പക്ഷേ ഇലക്ട്രിസിറ്റി സംബന്ധിച്ച അവകാശവാദം, അതിന്റെ പൊള്ളത്തരം വേണ്ടത്ര തുറന്നു കാണിക്കാൻ പ്രതിപക്ഷത്തിനും കഴിഞ്ഞില്ല എന്നതാണ് ഞാൻ കാണുന്ന ഒരു പ്രശ്നം. ഉദാഹരണത്തിന്, എന്തുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ പവർ കട്ട് ഇല്ലാതിരുന്നത്? കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് പവർ കട്ട് ഉണ്ടായിരുന്നത് എന്നൊരു ചോദ്യം ചോദിക്കണ്ടേ? മിക്കവാറും സംസ്ഥാനങ്ങളിൽ പവർ കട്ടില്ല, ലോഡ് ഷെഡിങ്ങും ഇല്ല. അതിന് കാരണം 2014 മുമ്പ് മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന ഇന്ത്യയിൽ UPA സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന നാഷണൽ ഗ്രിഡാണ്. എന്താ നാഷണൽ ഗ്രിഡ്? നാഷണൽ ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏത് സംസ്ഥാനത്തുനിന്നും ഏത് സംസ്ഥാനത്തേക്കും ഒരു ഹൈവേ നമ്മൾ കണക്കാക്കിയാൽ ഏത് സംസ്ഥാനത്തു നിന്ന് അതിൽ കയറാം, ഏത് സംസ്ഥാനത്തു നിന്നോ വൈദ്യുതി എടുക്കാം. അതിന് ചില നിയന്ത്രണങ്ങളും നിബന്ധനകളും ഒക്കെ ഉണ്ട്, വീലിംഗ് ചാർജസ് ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ആ ചാർജ് കൊടുത്താൽ നമുക്ക് വേണമെങ്കിൽ ഛത്തീസ്ഗഡിൽ നിന്നോ മധ്യപ്രദേശിൽ നിന്നോ ഉത്തർപ്രദേശിൽ നിന്നോ നമുക്ക് വേണമെങ്കിൽ കേരളത്തിലേക്ക് വൈദ്യുതി കിട്ടും. നാഷണൽ ഗ്രിഡ് വന്നതോടുകൂടിയുള്ള ഒരു ഗുണം, ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് അധിക വൈദ്യുതി ഉണ്ടെങ്കിൽ കുറവുള്ള സംസ്ഥാനത്തേക്ക് അത് എത്തിക്കാൻ കഴിയും എന്നുള്ളത് ഒരു കാര്യമാണ്. 2016 ആയപ്പോഴേക്കും, പ്രത്യേകിച്ച് 2016 കഴിഞ്ഞ് അദാനിയെ പോലെയുള്ള ആളുകൾ ഒരുപാട് പവർ സ്റ്റേഷൻ ഇവിടെ ഉണ്ടാക്കി. ഉൽപാദനം വലിയ തോതിൽ വർദ്ധിച്ചു. അതിനനുസരിച്ച് ഡിമാൻഡ് കൂടിയില്ല, പ്രത്യേകിച്ചും ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കൂടിയില്ല. ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കൂടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സംഭവം എന്താ വെച്ചാൽ വൈദ്യുതിയുടെ വില കുറഞ്ഞു. വൈദ്യുതിയുടെ വില കുറഞ്ഞ ഘട്ടത്തിലാണ് 2014 നാഷണൽ ഗ്രിഡ് വരികയും വൈദ്യുതിയുടെ വിലയിൽ വലിയ ഇടിവ്, കുറച്ച് താഴ്ന്ന മാർക്കറ്റ് വില കുറയുകയും ചെയ്ത ഘട്ടത്തിലാണ് UDF സർക്കാർ, ആര്യാടൻ മുഹമ്മദിന്റെ സർക്കാർ ഒരു കരാറ് ഒപ്പുവെക്കുന്നത് നാഷണൽ ഗ്രിഡ് വന്ന പശ്ചാത്തലത്തിൽ. കാരണം ഒരു കമ്പനിയുമായി നമ്മൾ 800 മെഗാവാട്ട്, എത്ര മെഗാവാട്ട്, 750 മെഗാവാട്ട് വൈദ്യുതി എല്ലാ ദിവസവും എല്ലാ സമയത്തും നമുക്ക് വാങ്ങാമെന്നും അതിന് ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസ എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നത്, അതിന് നമുക്ക് തരാമെന്നും ആ കരാറുണ്ടാക്കും. അത് ദീർഘകാല കരാറാണ്, 10 വർഷമോ 15 വർഷമോ നമുക്ക് അത് വേണമെങ്കിൽ നീട്ടുകയും ചെയ്യാം. അങ്ങനെയുള്ള ഒരു കരാർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ അതിനെ എതിർത്തവരാണ് LDF. ഇതിൽ വലിയ അഴിമതിയാണ്, കൊള്ളയാണ്, തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് എതിർത്തു. എന്നിട്ട് LDF അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും എന്ത് സംഭവിച്ചു വെച്ചാൽ വ്യവസായങ്ങളുടെ ഉപഭോഗം കുറയുകയും അതിനനുസരിച്ച് ഈ മാർക്കറ്റ് വിലയിൽ ഒരല്പം താഴ്ച ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ അങ്ങനെ താഴ്ച ഉണ്ടായാൽ അത് ഉയർച്ച ഉണ്ടാവും എന്ന് ആർക്കും അറിയാം, പെട്ടെന്നൊരു താഴ്ച ഉണ്ടാവും പറയാൻ പറ്റില്ല. ഇത് വെച്ച് വലിയ തോതിൽ അഴിമതി ചെയ്തു ആര്യാടൻ മുഹമ്മദ്, UDF സർക്കാർ എന്ന രൂപത്തിൽ പ്രചരണം നടത്തുകയും റെഗുലേറ്ററി കമ്മീഷനെ കൊണ്ട് ഈ കരാർ റദ്ദ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. റെഗുലേറ്ററി കമ്മീഷൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ഹൈക്കോടതി, സുപ്രീം കോടതി പോലെ സ്വതന്ത്ര ബോഡിയൊന്നുമല്ല, പൊളിറ്റിക്കൽ നിയമനമുള്ള ആളുകളാണ്. ഇപ്പോഴത്തെ റെഗുലേറ്ററി കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന ഒരാൾ എന്ന് പറയുന്നത് ഒക്കെ പാർട്ടി നിയമനങ്ങളാണ്. മന്ത്രിയുടെ PA ആയിരുന്നു, അതിനുമുമ്പ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്നു, ബോർഡ് മെമ്പർ ആയിരുന്നു, ഒക്കെ ആളിപ്പോൾ കമ്മീഷനിൽ വന്നില്ല. അത് തന്നെ ധാർമ്മികമായി തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ബോർഡിലിരുന്ന ഒരാൾ എങ്ങനെ ഇലക്ട്രിസിറ്റി കമ്മീഷനിൽ വരുന്നത്, എന്തടിസ്ഥാനത്തിലാണ് വരുന്നത്, അതൊക്കെ ഉണ്ട്. എന്തായാലും നിൽക്കട്ടെ, അദ്ദേഹത്തിനെതിരെ ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ട്, അദ്ദേഹം ദുരുപയോഗം ചെയ്തു അധികാരം എന്നുള്ളതുണ്ട്. ഡോക്ടർ അശോകിനെ പോലെയുള്ള ആളുകൾ ഇയാൾ കൈക്കില കൂടാതെ എടുത്ത് പുറത്താക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതെന്തായാലും നിൽക്കട്ടെ. എന്തായാലും റെഗുലേറ്ററി കമ്മീഷൻ ഒരു റെക്കമെൻഡേഷൻ കൊടുത്തു, ഉടനെ തന്നെ ഈ കരാർ അങ്ങ് റദ്ദ് ചെയ്തു. LDF വലിയ തോതിൽ ആര്യാടൻ മുഹമ്മദിന്റെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കണ്ടെത്തിയിരിക്കുന്നതിന് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതി. അത് കഴിഞ്ഞു. സംഭവിച്ചെന്താ? ഇന്ന് നമുക്കറിയാം ഇതിൽ വേരിയേഷൻ വരുമെന്ന്. പിന്നെ കാണുന്നത് വലിയ തോതിൽ വൈദ്യുതിയുടെ വില കൂടുന്നതാണ്, വൈദ്യുതിയുടെ ഡിമാൻഡ് കൂടുന്നതാണ്. ഡിമാൻഡ് കൂടിയാൽ മാർക്കറ്റിൽ വില കൂടും. ആ വില ക്രമാതീതമായി ഉയരുകയും കഴിഞ്ഞ കുറെ വർഷങ്ങളായി അത് 10 രൂപയും 11 രൂപയും വരെ ആയി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് സ്ഥിരമായി കരാറില്ലെങ്കിൽ ഓരോ ദിവസവും എന്ന പോലെ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് എന്നതുപോലെ നമുക്ക് ഓരോ കമ്പനിയിൽ നിന്ന് വൈദ്യുതി എടുക്കണം. അങ്ങനെ വൈദ്യുതി എടുക്കുമ്പോൾ എനിക്ക് ഇന്ന് ഇത്ര ഡിമാൻഡ് ഉണ്ട്, എനിക്ക് ഇത്ര മെഗാവാട്ട് വൈദ്യുതി വേണമെന്ന് പറഞ്ഞാൽ അവർ പറയും ഇന്നത്തെ വില 10 രൂപയാണ്, ഇന്നത്തെ വില 11 രൂപയാണ്. സ്വർണത്തിന്റെയൊക്കെ വില നമ്മൾ കാണാറില്ലേ, അതുപോലെ ഡോളർ വിലയൊക്കെ പോലെ സ്പോട്ട് ഇതാണ്. അങ്ങനെ മാറുന്നതനുസരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ 2300 കോടി രൂപ
ആ കണക്കിൽ മാത്രം ഈ കരാർ ഇല്ലാതിരുന്നത് കൊണ്ട് ബോർഡിന് കഴിഞ്ഞ വർഷം 10 വർഷം കൊണ്ട് നഷ്ടമായി 2300 കോടി രൂപ. കാരണം ഈ അധിക വിലയ്ക്ക് വാങ്ങേണ്ടി വന്നതുകൊണ്ട്. ആ വിലയ്ക്ക് വാങ്ങുന്നത് മാത്രമല്ല, അതിൽ വലിയ അഴിമതി സാധ്യതകളുമുണ്ട്. സ്പോട്ട് ബൈയിങ്ങിൽ വലിയ അഴിമതി ഉണ്ട്. കാരണം ഇത് വലിയ ടെൻഡർ ഒന്നും വെച്ചിട്ടല്ല. അപ്പൊ ഇന്നിപ്പോ രാവിലെ പോയിട്ട് എനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങണ പോലെ സാധനം വാങ്ങുമ്പോൾ, സ്വർണം വാങ്ങുമ്പോൾ അന്നത്തെ വില കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് സാധനം വാങ്ങണമെങ്കിൽ ആ വില അനുസരിച്ച് നമുക്ക് കിട്ടും. അപ്പൊ അതില് ഈ അദാനി പോലെയുള്ള കമ്പനികൾ വലിയ തോതിൽ ഇതിൽ കളിക്കുന്നുണ്ട്. വിതരണത്തിലും പ്രൊഡക്ഷനിലും വിതരണത്തിലും. അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് വൈദ്യുതി വാങ്ങിയാൽ വലിയ വില കൊടുത്താലും ടെൻഡറിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആർക്കും പറയാൻ പറ്റില്ല. വാങ്ങുമ്പോൾ അതിൽ വലിയ അഴിമതി സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ ഈ സ്പോട്ട് ബൈയിങ്ങിൽ നിന്ന് വലിയ അഴിമതിയാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും ആരാന്നറിയില്ല നടത്തിയിട്ടുള്ളത്. അപ്പൊ ആ കാശ് നമ്മളാ കൊടുത്തത്. ഇപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നഷ്ടം ആരാ നികത്തുന്നത്? ഒന്നുകിൽ നമ്മുടെ ബില്ലിൽ കയറും, അല്ലെങ്കിൽ സർക്കാർ കൊടുക്കണം, നമ്മുടെ നികുതി പണത്തിൽ നിന്ന് കൊടുക്കണം. രണ്ടായാലും നമുക്ക് വ്യത്യാസമില്ല. മാത്രമല്ല, ഇത്രയും വില കൂടുമ്പോഴും ഉദ്യോഗസ്ഥന്മാരെ ശമ്പളം കൂടുന്നു, മറ്റു കാര്യങ്ങൾ കൂടുന്നു, ഒരു കുറവില്ല. ചെലവിലൊന്നും യാതൊരു കുറവില്ല, പ്രചരണത്തിൽ യാതൊരു കുറവില്ല, PR വർക്കിലും കുറവില്ല. അപ്പൊ ആ അർത്ഥത്തിൽ വലിയ PR വർക്ക് നടത്തി ശിവൻകുട്ടി മുത്തച്ഛൻ എന്താണ് കുട്ടികളോട് പവർ കട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ കുട്ടികളെ എന്നൊക്കെ ചോദിച്ച് നിർത്തുമ്പോഴും വലിയ തോതിൽ ചോർച്ച നമ്മുടെ ഖജനാവിൽ നിന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് നടന്നുകൊണ്ടിരുന്നു. കഴിഞ്ഞ 10 വർഷം എത്ര പ്രാവശ്യം കേരളത്തിൽ വൈദ്യുതിയുടെ വില കൂട്ടി എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഈ UDF-ന്റെ കരാർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയധികം വില കൂട്ടേണ്ടി വരുമായിരുന്നില്ല എന്നത് ഇന്ന് പകൽ പോലൊരു സത്യമാണ്. അത് നമ്മൾ പറയണ്ട, ഗവൺമെന്റ് തന്നെ അവസാനം ഈ കരാർ പുനഃസ്ഥാപിക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ പോയി. എന്തിനാ അങ്ങനെ പോയത്? ദേശാഭിമാനിയുടെ മുഖപ്രസംഗം കയറി കളഞ്ഞു. അഴിമതി ഇന്നിപ്പോ ഇന്നലെ കേൾക്കുന്ന അഴിമതി ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ആ കരാർ മതിയായിരുന്നു. അതെന്താ കാര്യം? അഴിമതി ഉണ്ടെങ്കിലും ആ കരാർ മതിയായിരുന്നു എന്ന്. കാരണം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ആ കരാർ വലിയ ലാഭമായിരുന്നു, അല്ലെങ്കിൽ ചെലവ് കുറവായിരുന്നു. അത് മട്ടിമറിക്കുകയും വലിയ തോതിലുള്ള അഴിമതിക്ക് സഹായിക്കുമെന്ന വിധത്തിൽ സ്പോട്ട് ബൈയിങ് വാങ്ങുകയും, ഇനിയും ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ ഉപഭോഗം വല്ലാതെ കൂടി, ഉപഭോഗം വല്ലാതെ കൂടി എന്ന് പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി ഇതിൽ പ്രത്യേകം പറയണം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 1 യൂണിറ്റ് വൈദ്യുതി കൂടുതൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ? ആ പ്രളയകാലത്ത് ഡാമിൽ കൂടുതൽ വെള്ളം വന്നാൽ കൂടുതൽ വരും, ഡാമിൽ വെള്ളം കുറഞ്ഞാൽ കുറയും. അതിലിപ്പോ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ബുദ്ധിവേടൊന്നുമില്ല. അതും ആകെ ആ പ്രളയം കൂട്ടാൻ സഹായിച്ചു എന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കൊള്ളരുതായതുകൊണ്ടും പലതുകൊണ്ടും പ്രളയം കൂടി എന്നല്ലാതെ അതിന്റെ വേറെ നാശം. ഇലക്ട്രിസിറ്റി ബോർഡ് സ്വന്തമായി 1 യൂണിറ്റ് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിച്ചില്ല. വലിയ പദ്ധതികളുടെ കഥയൊക്കെ പറഞ്ഞല്ലോ. സോളാർ അവിടെ 1000 മെഗാവാട്ട് 2000 മെഗാവാട്ട് പോലും അങ്ങനത്തെയും ചെയ്തില്ല. അദാനി പാർട്ട്ണറാണെന്ന് പറഞ്ഞു വിഴിഞ്ഞത്തിൽ. എന്നാൽ അദാനിയെ വിളിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു, അതുമില്ല. പിന്നെ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ച സാധാരണ പാവം കസ്റ്റമേഴ്സ് ഉണ്ട്. വീട്ടിൽ 2 കിലോവാട്ട് 3 കിലോവാട്ട് 5 കിലോവാട്ടിന്റെ ഒക്കെ വൈദ്യുതി മേടിച്ചു വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ നിലയ്ക്ക് ഗ്യാസും കൂടി കിട്ടാത്ത നിലയ്ക്ക് ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിച്ച് അവർക്ക് ചെയ്യാം. ഇലക്ട്രിസിറ്റി ബോർഡിന് ഒരു ബുദ്ധിമുട്ടില്ല, അധികം ചെലവുമില്ല. പക്ഷെ എന്താ സംഭവിച്ചത്? അതുപോലും പ്രോത്സാഹിപ്പിച്ചില്ല ഇലക്ട്രിസിറ്റി ബോർഡ്. നിങ്ങൾ നോക്കൂ, ഇലക്ട്രിസിറ്റി ബോർഡ് സോളാർ എനർജിയോട് ഇത്രയും കാലം എടുത്ത സമീപനം ചിറ്റമ്മ നയം തന്നെയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇലക്ട്രിസിറ്റി ബോർഡ് അങ്ങോട്ട് വൈദ്യുതി എടുക്കുന്ന ഒരു റേറ്റ്, ഇങ്ങോട്ട് തരുന്ന വേറൊരു റേറ്റ്. വ്യത്യാസം ഉണ്ടാവും, രാവിലെയും രാത്രിയൊക്കെ എടുക്കും. പക്ഷെ അത് എന്തൊരു വ്യത്യാസം! ഇപ്പൊ അങ്ങനെ വന്നാൽ ഞാനൊരു 3 കിലോവാട്ട് വെച്ചാൽ എനിക്ക് അതുകൊണ്ട് നഷ്ടമേ ഉണ്ടാവും. അതിലും ഭേദം ഇലക്ട്രിസിറ്റി കാശ് കൊടുത്ത് മേടിക്കുക. ഇലക്ട്രിസിറ്റി കാശ് കൊടുത്ത് മേടിക്കുകയാണ് ഈ കൂടിയ വിലക്ക് മേടിക്കുന്നേക്കാൾ നഷ്ടമാണ് ഞാൻ സോളാർ വെച്ചാൽ എന്ന് വന്നാൽ പിന്നെ അതിനെന്താ ഗുണമുള്ളത്? അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ, അതുകൊണ്ടൊരു ഗുണമില്ല. ഇപ്പൊ ഞാനൊക്കെ സോളാർ വെക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ആളാണ്. കാരണം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അനുമതിയും കിട്ടില്ല, ആകെ മൊത്തം കൺഫ്യൂഷനാണ്, പല പ്രശ്നങ്ങളായിട്ട്. അപ്പൊ ആ അർത്ഥത്തിൽ സോളാർ നാട്ടുകാരുണ്ടാക്കിയ വൈദ്യുതി പോലും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് കഴിഞ്ഞില്ല. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കുറെയെങ്കിലും ഈ കാര്യത്തിൽ മാനേജ് ചെയ്യായിരുന്നു. അപ്പോൾ പരിഹാരമാവണമെങ്കിൽ കേരളത്തിലെ ഉപഭോഗത്തിന്റെ ഏതാണ്ട് 55-60% വരുന്നത് കേരളത്തിലെ ഗാർഹിക ഉപഭോഗമാണ്. അതാണ് 6 മുതൽ 10 വരെ, വൈകിട്ട് 6 മുതൽ 10 വരെയാണ് പീക്ക് വരുന്നത്. ആ സമയത്ത് യഥാർത്ഥത്തിൽ സോളാർ കൂടുതൽ ആളുകൾക്ക് സോളാർ ഉപയോഗിക്കാൻ കഴിയുകയും അത് സ്റ്റോർ ചെയ്യുകയും പമ്പ്ഡ് സ്റ്റോറേജ് പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യണം. നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ദീർഘകാല കരാറുകൾ. പക്ഷെ ഇപ്പൊ ദീർഘകാല കരാർ വെച്ചാൽ പണി കിട്ടും. കാരണം 11 രൂപ ഇലക്ട്രിസിറ്റി ഇരിക്കുമ്പോൾ ദീർഘകാല കരാറിന് പോയാൽ നമ്മള് പദ്ധതി പൊളി. അത് വരരുത്. അതിന് പകരം ദീർഘകാല കരാറുകൾ കൃത്യമായ സമയത്ത് ഉണ്ടാക്കുകയും അതിനനുസരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്താൽ കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാം. അല്ലാതെ കേരളത്തിൽ ഇനി ഒരു പുതിയ പ്ലാന്റ് വന്നിട്ടും വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പറ്റില്ല.
പിന്നെ ചില ആളുകൾ പറയുന്നല്ലോ കൂടംകുളം വന്നുകൊണ്ടാണ്. കൂടംകുളം വന്നല്ലോ, കൂടംകുളമൊക്കെ എത്ര ചെറുതുള്ളൂ. കൂടംകുളത്ത് നമുക്ക് കിട്ടുന്ന വളരെ കുറച്ച് വൈദ്യുതി ഉള്ളൂ. ഈ പറയുന്ന അത്ര വൈദ്യുതി ഒന്നും കിട്ടുന്നില്ല. നേരെ മറിച്ച് നമ്മൾ വാങ്ങുന്ന വൈദ്യുതിയും മറ്റ് നമ്മുടെ ഉള്ള വൈദ്യുതിയും ഇപ്പൊ ഏതാണ്ട് 70% വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുകയാണ് കേരളം എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് സോളാറിന്റെ രീതിയിലുള്ള മാറ്റങ്ങൾ വരിക, സോളാർ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ചെയ്താൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ബുദ്ധിമുട്ടും ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. അതാണ് യഥാർത്ഥ പരിഹാരം. പക്ഷെ അതിനൊന്നും ഇവർ പോകില്ല. കാരണം അഴിമതിയുടെ സാധ്യതകളാണ് നമ്മുടെ ബോർഡ് എപ്പോഴും തേടാറുള്ളത്.